10-40 രൂപയ്ക്കുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയ പൈസക്ക് 7 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. അപ്പൊ ഫുള്ളി കസ്റ്റം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം കേട്ടോ. 20 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് കിട്ടും. യാത്രാ കംഫർട്ട് അടിപൊളിയാണ്. നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളുള്ള ബോഡി റോൾ ഇല്ലാത്ത വാഹനമാണ് ഫ്രണ്ട്സ്. അപ്പോൾ തവണ നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനുകൾ ഉണ്ട്. ഫോർച്യൂണർ, ഇന്നോവ, ക്രിസ്റ്റകൾ, അതേപോലെ തന്നെ ചെറുവാഹനങ്ങൾ, എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ സ്വിഫ്റ്റ് ഒക്കെ നമുക്കിവിടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ സ്വിഫ്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു എഡിഷനാണ്. സോ നമ്മളിന്ന് ജൂബിലി മോട്ടോറിംഗിലാണ്. ഫവാദാണ് കൂടുതൽ. ഫവാദ് നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം വഴി പോകുന്ന വഴി മുട്ടിപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. മാക്സിമം 10-60 വാഹനങ്ങളുണ്ട് അല്ലേ? 10-60 വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇവിടെയും ഉണ്ട്. അതേപോലെ വർക്കിലായിട്ടും വാഹനങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഏത് റേഞ്ച് വാഹനമാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇന്നോവ 10ഓളം വാഹനങ്ങൾ ഇന്നോവ നമ്മളെ കയ്യിൽ സ്റ്റോക്കുകളുണ്ട്. ഇന്നോവ 10 തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ നല്ല സ്റ്റോക്കുകളുണ്ട്. അതേപോലെ സാധാരണ ചെറു ബഡ്ജറ്റ് എല്ലാ റേഞ്ചിലുള്ള എല്ലാ ടൈപ്പ് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു ന്യൂ മോഡൽ സ്വിഫ്റ്റ് തുടങ്ങാം. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ വാഹനം. നല്ല സ്പോർട്ടി ലുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു 22-23 കിലോമീറ്റർ മൈലേജുകൾ നമുക്ക് തന്നെ പേഴ്സണൽ ആയിട്ട് കിട്ടിയ വണ്ടിയാണ് അല്ലേ? ഇന്റീരിയറൊക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, കമ്പനി ഇൻബിൽറ്റിന്റെ സ്റ്റീരിയോ കാര്യങ്ങൾ, സ്റ്റിയറിംഗില് വോളിയം കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയർ സൈഡൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നല്ല അടിപൊളി ഷേപ്പ്, നല്ല സ്പോർട്ടി ലുക്ക്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2024 മോഡലിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പില് സെപ്റ്റംബറിൽ ഇറങ്ങിയ വാഹനമാണ്. 36,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഒരു തരി ആക്സിഡന്റോ റീപ്ലേസുകളോ ഇല്ലാതെ ഫുള്ളി കമ്പനി സർവീസ് ആയിട്ടുള്ള വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 6,75,000 രൂപക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 6,75,000 നല്ലൊരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടോ? മാക്സിമം എത്ര വരെ ലോണൊക്കെ ചെയ്യാൻ? 6 ലക്ഷം 6.5 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 10-40 രൂപയ്ക്കുണ്ടെങ്കിൽ വണ്ടി ഇറക്കി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇനി അതല്ല 4 സിലിണ്ടറിനെ വേണമെന്നുള്ളവർക്ക് അതിന്റെ തൊട്ട് മുമ്പത്തെ ജനറേഷൻ ഇല്ല, 2023 ഇറങ്ങിയ വണ്ടി, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 23 10ാം മാസം വണ്ടിയാണ്. 39,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് ലോ കിലോമീറ്റർ വണ്ടി തന്നെയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. നല്ല സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വെഹിക്കിള്. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സിൽവർ ഫിനിഷിംഗ് ആണ്. ആ ഒരു പുതിയൊരു വാഹനത്തിന് ആ ഫീല് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു വാഹനമാണ്. ഇത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടി തന്നെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഇത് നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന 4 സിലിണ്ടറിൽ വരുന്ന ഒരു വാഹനമാണ് അല്ലേ? ഇത് എത്ര വഴി ചെയ്യാൻ പറ്റും നമുക്ക്? ഇതാണെങ്കിൽ നമുക്ക് 6,80,000 രൂപ കൊടുക്കാം. 6,80,000 അല്ലേ? ഏകദേശം ഒരു 19 രൂപയ്ക്കുണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. ഇനി അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ അത്യാവശ്യം കയറിയിട്ടുള്ളൊരു വാഹനമാണ്. ഓൾട്ടർനൂർ ആണ്. പക്ഷെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വൈഡ് വീല്, ഫ്രണ്ട് സ്കേറ്റിങ്, സൈഡ് സ്കേറ്റിങ്, അതേപോലെ അത്യാവശ്യം അൾട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഓൾട്ടർനൂർ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 ഇറങ്ങിയ മോഡലാണ്. ഓക്കെ. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. ഏകദേശം 2 ലക്ഷത്തോളത്തിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തൊരു വാഹനം. റിയറിലൊക്കെ അത്യാവശ്യം നമുക്ക് പിന്നെ ബമ്പേഴ്സ് എല്ലാം നമുക്ക് കസ്റ്റമൈഡ് ആണ്. അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയില. അപ്പൊ അൾട്ര ഒക്കെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് നല്ലൊരു അടിപൊളി വാഹനം ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കൊന്നും ചെയ്യിക്കാനില്ല. ഒന്നും ചെയ്യാനില്ല. ചെറിയൊരു വൃത്തിയാക്കലുള്ളൂ. അത് നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 3.25 ലക്ഷം രൂപ കൊടുക്കാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ 2 ലക്ഷം വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അൾട്രയുടെ പൈസ നമുക്ക് ലാഭിക്കാം. അത്രയും നമുക്ക് അട്രാക്ഷൻ ആണ്. 16 മോഡലാണ്. അപ്പോൾ ഫുള്ളി കസ്റ്റം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം കേട്ടോ. ടൊയോട്ട എത്തിയോസ് ലിവ ആണ്. ഡുവൽ ടൂൺ ആണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത്. നമുക്ക് കെൽട്ടൺ ബിഎമ്മിന് നമ്പറൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ നല്ല നമ്പർ, ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏതായിരുന്നു മോഡല്? 2018 ഏറ്റവും ഫുൾ ലോഡ് വരുന്ന വണ്ടി, VXD ഓപ്ഷൻ. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് അല്ലേ? ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1.21 വാഹനം ഓടിയിട്ടുള്ളത്. 1.15 വരെ കമ്പനി സർവീസ് ഉണ്ട്. അപ്പൊ സർവീസ് പക്കായിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ അതും ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 6,65,000 രൂപ കൊടുക്കാം. 6,65 ഒരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാവും. നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. മെയിൻ്റെനൻസ് വളരെ കുറവുള്ളൊരു വാഹനമാണ് അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ലോൺ ഏകദേശം 5.5-6 വരെയൊക്കെ ചെയ്യാം. നമുക്ക് ലോണും ചെയ്യാം. അടുത്താണ് നമുക്കൊരു നല്ല മൈലേജും അതേപോലെ മെയിൻ്റെനൻസ് കുറവുള്ള മാരുതിൻ്റെ ഒരു വാഹനമാണ് റിഡ്സ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ന്യൂ ഷേപ്പാണ് വണ്ടി വരുന്നത്.
ഡീസൽ അല്ലേ വണ്ടി ആയിരുന്നു? ഡീസലാ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആയിരുന്നു? ഇത് 2012 മോഡൽ, 2.5 ലക്ഷം റുപ്യ കൊടുക്കാം. ചെറിയൊരു പ്രൈസിന് നമുക്ക് നമുക്ക് വണ്ടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്പോയിലർ വന്നിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്, ന്യൂ ഷേപ്പ് ആണ്, വീഡിയോ ആണ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം ടൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? 2.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? ലോൺ ഇതിന് ഏകദേശം 1.25-2 ലക്ഷം വരെ ചെയ്യാം. ലോൺ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത തവണ നമുക്കൊരു ഫോർച്യൂണർ ആണ്, 4 വീൽ ഡ്രൈവ് ആണ് വരുന്നത്. 4 വീൽ ഡ്രൈവ് മാനുവൽ ആണ്, 2010 മോഡൽ, ചെറിയ പൈസക്ക് 7 ലക്ഷം റുപ്യക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്വിഫ്റ്റിന്റെ ഒക്കെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫോർച്യൂണർ വെറും 7 ലക്ഷം രൂപക്കാണ് ഈ ഒരു ഫോർച്യൂണർ തരാൻ പോകുന്നത്. ഇതിനൊക്കെ നോക്കി നല്ല ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതും 4 വീൽ ഡ്രൈവ് വാഹനമാണ്. അപ്പോൾ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ വാഷ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. നോമ്പൊക്കെ ആയതുകൊണ്ട് ആളെത്തിയിട്ടില്ല. പിന്നെ റോഡ് സൈഡാണ്, ആ ഒരു പൊടിയൊക്കെ ഉണ്ട്. പക്ഷേ വാഹനത്തിന് ഫിനിഷിംഗ് കമ്മിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് 7 ലക്ഷം രൂപക്ക് നമ്പർ ആയിട്ടാണോ അതോ? നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയ വണ്ടിയാണ്. 55 AM നമ്പർ ആയ വണ്ടിയാണ്. എന്നിട്ട് 7 ലക്ഷം രൂപക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഇന്നോവയാണ്, ടൈപ്പ് 4 ഒക്കെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2010 മോഡല്, ചെറിയ മോഡൽ വണ്ടി. ചെറിയ പൈസന്റെ ഇന്നോവ ഒക്കെ നോക്കി എടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. 7 സീറ്റിൽ വരുന്ന 2010 വാഹനമാണ്. പേപ്പറൊക്കെ 30 വരെ പുതിയ പേപ്പർ എടുത്ത വണ്ടികളാണ്. ഈ ഫോർച്യൂണറും 30 വരെ പേപ്പർ എടുത്ത വണ്ടികളാണ്. ഓക്കെ, എത്ര നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വാഹനത്തിന്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 4.5 ലക്ഷം രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രൈസിന് നമുക്ക് 2030 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള ടൈപ്പ് 4ലേക്ക് വരുന്ന ഈ വണ്ടിയുടെ പ്രൈസ് 4.5 ലക്ഷം രൂപ. നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് സെർട്ട് ഫിനാൻസ് ഒക്കെ ഫിനാൻസും ചെയ്ത് കൊടുക്കാം. അടുത്തൊരു KUV 100 ആണ്. ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ? പെട്രോൾ വേരിയന്റിൽ വരുന്ന വാഹനമാണ്. 2018 ഇപ്പൊ സെക്കൻഡ് ഓൺഷിപ്പിലാണ് വാഹനം ഉള്ളത്. ഓക്കെ, ഇത് നമുക്ക് ഏകദേശം 3,50,000 രൂപ കൊടുക്കാം. 350. ചെറിയൊരു പ്രൈസ് നമുക്ക് വാഹനം കൊണ്ടുപോകാം. അപ്പോൾ ഒരു മിനി SUV ടൈപ്പ് വാഹനമൊക്കെ നോക്കുന്നവർക്ക് ഇതാവണു. ഏകദേശം 6 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. മെയിൻ്റനൻസ് വളരെ കുറവാണ്. ചെറിയ പ്രൈസിന് ഒരു 19 രൂപയ്ക്ക് വേണ്ടി ഇറക്കി കൊടുക്കാം. അടുത്ത നമുക്കൊരു വാഗ്നർ ആണ്. അത് നമുക്ക് LXI ഓപ്ഷനാണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 80-90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2013 ആണ്. നമുക്ക് 2013 ആണ്. നമുക്ക് 2.25 രൂപ കൊടുക്കാം. ട്രാക്ക് കൊണ്ട് ഒരു 19 രൂപ വണ്ടി ഇറക്കും. ടൊയോട്ട കൊറോള ഓൾട്ടിസ് ആണ്. അത്യാവശ്യം ഡീസൽ തന്നെയല്ല വണ്ടി. ഡീസൽ വേരിയന്റിൽ അത്യാവശ്യം മൈലേജ് ഉള്ള ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി മിഡിൽ ഓപ്ഷനിൽ വരുന്ന അലൈവിയിലൊക്കെ ഉള്ള ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. എത്ര വലിയ വാഹനമാണെങ്കിലും നല്ല മൈലേജ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ടൊയോട്ടന്റെ വണ്ടി ആയതുകൊണ്ട് മെയിൻ്റനൻസിന്റെ കാര്യത്തിലും കുറവാണ്. നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ല സ്പേഷ്യൽ ആയിട്ടൊരു സെമി പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വാഹനം. ചെറിയൊരു പ്രൈസിനും ഉണ്ടാവും അല്ല? എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത്? നമുക്ക് 4.60 കൊടുക്കാം. 4.60 ചെറിയൊരു വാഗ്നറിന്റെ ഒക്കെ പ്രൈസിന് ഡീസലിൽ ഒറിജിനൽ കേരള നമ്മൾ ടൊയോട്ട കൊറോള ഓൾട്ടീസ് ആണ്. പ്രീമിയം വെഹിക്കിൾ ആണ്. അത് നമുക്ക് ചെറിയൊരു പ്രൈസിനാണ് ഉണ്ടാവുക. അടുത്ത് വീണ്ടും നമുക്കൊരു റിഡ്സ് തന്നെയാണ്. നേരത്തെ നമ്മൾ വൈറ്റ് ഫിനിഷിംഗ് ആയിരുന്നു. നമുക്ക് സിൽവർ ആണ്. 2012 വണ്ടി. 2012 വണ്ടി. കേരള വണ്ടി തന്നെയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. LCD സ്ക്രീൻ വരുന്നുണ്ട്. ആൻഡ്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. ഇത് പൊതുവെ നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ്. ന്യൂ ഷേപ്പാണ് വരുന്നത്. ഫാൻസി നമ്പറിൽ ഒറിജിനൽ കേരള കൊടുവള്ളി രജിസ്ട്രേഷൻ വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? 2 രൂപ കൊടുക്കാം. 2 രൂപയ്ക്ക് ഏകദേശം ഒരു 40-40 രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. അപ്പോൾ അടുത്ത് വീണ്ടും നമുക്കൊരു റിഡ്സ് കൂടി വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇതാണോ ഒരു ജമണ്ട നൈറ്റ് ആണ്. നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ബോഡി ക്വാളിറ്റിയും പെർഫോമൻസും അതേപോലെ അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ് ഫോർഡ് എക്കോസ്പോർട്ട്. അത് ഡീസലാണത് പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ വേരിയന്റിൽ 2016 വരുന്ന വണ്ടിയാണ്. ഒറിജിനൽ കേരളയാണ് വരുന്നത്. ഓക്കെ, മേജർ ആക്സിഡന്റുകളൊന്നും ഇല്ല. അത്യാവശ്യം മൈലേജ് ഒരു 20 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് കിട്ടും. യാത്രാ കംഫർട്ട് അടിപൊളിയാണ്. നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളും ഉള്ള, ബോഡി റോൾ ഇല്ലാത്ത വാഹനമാണ്. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് വണ്ടി ഓടിക്കാൻ അത്ര സുഖമുള്ള ഒരു വണ്ടി വേറെ ഇല്ല. പിന്നെ നല്ല ബോഡി വെയിറ്റ് ആണ്. സോ നമുക്ക് നല്ല സേഫ്റ്റി കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള വണ്ടി. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? ഇത് നമുക്ക് 4,90,000 രൂപയിൽ ലോൺ ചെയ്തിട്ട് കൊടുക്കാം. ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം. എന്നാലും ഒരു 10-20 രൂപ ഡൗൺ പേയ്മെന്റ്. അപ്പോൾ ട്രാക്കിന് ഈ ഫുൾ ലോൺ അല്ലെങ്കിൽ 10-20 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. അടുത്ത മൂന്നാമത് നമുക്കൊരു റിഡ്സ് തന്നെയാണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് ഒറിജിനൽ കേരള തന്നെയാണ് വണ്ടി. ഒറിജിനൽ കേരള ആയിരുന്നു. എങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡൽ വണ്ടി. ഓക്കെ, എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 2.5 രൂപ കൊടുക്കാം. ചെറിയൊരു പ്രൈസ് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം.
അപ്പോൾ അതാണ് നമുക്ക് ഇതൊക്കെ റിറ്റ്സ് എല്ലാം മൂന്നും നമുക്ക് 2.5 രൂപയാണ് നമുക്ക് ചോദിക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം നമുക്ക് 18-20 മൈലേജും കിട്ടും. മെയിൻ്റനൻസ് ഡിപ്പെൻസ് നമുക്ക് കുറവാണ്. ന്യൂ ഷേപ്പാണ്. ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 19 രൂപയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. യെസ്. അടുത്ത നമുക്ക് ഇതാണ് ഒരു ചെറിയൊരു ഇയോണാണ്. അത് നമുക്ക് ഒന്നാമത് ഒരു ബൈക്കിൻ്റെ EMI കൊണ്ടാകുന്ന ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2014 മോഡലാണ്. 1.55 കൊടുക്കുക. സെക്കൻഡ് ഓണർ 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.55. ഏകദേശം നമുക്കൊരു 10-20 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ഒരു 3,000, 4,000, 5,000 രൂപന്റെ ഇടയിലുള്ള ഒരു EMI ഒരു ബൈക്ക് ബുള്ളറ്റ് ഒക്കെ വാങ്ങുന്ന ഒരു EMI വണ്ടി സ്വന്തമാക്കും ചെയ്യാതെ. യെസ്. അടുത്തേക്ക് നമുക്കൊരു എലൈറ്റ് i20 സെക്കൻഡ് ജനറേഷൻ ആണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ ഷേപ്പാണ്. ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഹാഷ് ബാഗ്. അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും എല്ലാം വരുന്ന കോഴിക്കോട് കൊയിലാണ്ട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 2-ാം മാസം വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത്. ഇപ്പൊ 95,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സ്പോർട്സ് പ്ലസ് പറഞ്ഞൊരു വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ റിയർ വൈപ്പറിന് കുറവുണ്ട് എന്ന് പറയാം. ബാക്കി എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് തന്നെ വരുന്നുണ്ട്. ഡീസലും അല്ല വണ്ടി? പെട്രോൾ ആണ്. സോ നമുക്ക് ഒരു 17 മൈലേജും കിട്ടും. മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ ടെൻഷനും വേണ്ട. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 95 ഓടിയിട്ടുള്ളത്. പ്രോപ്പർ സർവീസ് ഉള്ള വാഹനമാണ്. എക്സ്ട്രാ കസ്റ്റമർ ഏകദേശം ഗ്രാഫിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 6.25 ലക്ഷം രൂപ. 6.25 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ അതാണ് ഫ്രണ്ട്സ്, നമുക്കൊരു ചെറിയൊരു പാർട്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തൊരു പാർട്ടിൽ ഈ ഒരു ഇന്നോവ അതേപോലെ ക്രിസ്റ്റകൾ നല്ലോണം വരുന്നുണ്ട്. കൂടെ തന്നെ ചെറുവാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ജൂബിലി മോട്ടോറിങ്ങിലായിരുന്നു. അപ്പോൾ പെരുന്നാളിന് വേണ്ടി നമ്മൾ വാഹനമൊക്കെ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ബൈക്കിൻ്റെ EMI കൊണ്ടാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ്, അതും ബഡ്ജറ്റ് റേഞ്ചിൽ. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നിന്ന് മലപ്പുറം റൂട്ടിൽ മുട്ടിപ്പാലത്താണ്. കൂടുതൽ ഡീറ്റെയിൽസിന് വീഡിയോ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കേട്ടോ.